പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് +1 മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ആയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ യൂണിയൻ ബി. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എ യൂണിയൻ ബിൻ്റെ ആൻസർ എന്തായിരിക്കും? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി എയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ബി ആയിരിക്കും. Write the set x such that x is a positive integer and x square less than 40. അപ്പോൾ എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ആവുന്ന എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രമാണ് ചോദിച്ചത്. ഇൻറ്റീജേഴ്സ് മാത്രമാണെങ്കിൽ നെഗറ്റീവ് വരും, പോസിറ്റീവും വരും. പക്ഷെ ഇവിടെ പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും വിത്ത് സീറോനെയാണ് എന്താ പറയുക ഇൻറ്റീജേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നമ്പർ മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ 1 സ്ക്വയർ 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 4 സ്ക്വയർ 16 5 സ്ക്വയർ 25 6 സ്ക്വയർ 36 പിന്നെ 7 സ്ക്വയർ 49 വരും. പക്ഷെ നമുക്കിവിടെ ബോർഡർ ഉണ്ട് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ 1 2 3 4 5 6 വരെ വരുള്ളൂ. ഇതിൻ്റെയൊക്കെ സ്ക്വയർ 36 വരെ വരും. 40 ആണ് നമുക്കിവിടെ തന്നിട്ടുള്ള ബോർഡർ. നെക്സ്റ്റ് റൈറ്റ് ദ സബ്സെറ്റ് ഓഫ് സെറ്റ് 2. 2ൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് ഒറ്റ എലമെൻറ്റ് മാത്രമുള്ളതാണ് സെറ്റ് 2. ആ സെറ്റും പിന്നെ 5ഉം കൂടെ വരും. ദ ഇൻ്റർവൽ റെപ്രസെൻറ്റിംഗ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുള്ളതിലൊരു കാര്യം മനസ്സിലാക്കുക, -2 ഇല്ല. അപ്പോൾ -2ൻ്റെ അടുക്ക ഓപ്പൺ ആയിരിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ 3ൻ്റെ അടുക്ക ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ 3ൻ്റെ അടുക്ക ക്ലോസ്ഡ് ആയിട്ടുള്ളത് ഇപ്പുറവും ക്ലോസ്ഡ് ആണ്. പക്ഷെ നമുക്ക് ഇപ്പുറം ഓപ്പൺ ആയി വേണ്ടു, കാരണം ഇവിടെ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. രണ്ട് ഭാഗത്തും ഈക്വൽ ടു ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ ഒരു ടൈപ്പ് ഈ ഫസ്റ്റ് കാണുന്ന പോലത്തെ ബോക്സ് വരുള്ളൂ. ഇപ്പുറം ഓപ്പൺ, ഇവിടെ രണ്ട് ഭാഗത്തും ഓപ്പൺ ആണെങ്കിൽ ഇവിടെ -2 എക്സ് ലെസ് ദാൻ 3 ആണെങ്കിൽ ഈ ടൈപ്പാണ് വരിക. പക്ഷേ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. പിന്നെ ഇവിടെ ബി നോക്കിയാൽ നിങ്ങൾ, ഇവിടെ ഓപ്പണും ഇവിടെ ക്ലോസ്ഡും. ഇതാണ് നമ്മുടെ ആൻസർ. കാരണം -2ൻ്റെ എടുക്കാം ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ 3ൻ്റെ എടുക്കാം എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ്. ഇതല്ല, ബി ആണ് നമ്മുടെ ആൻസർ വരിക. റൈറ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി. എ ബി സിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് എ ബി സി ഉണ്ടാവും, പിന്നെ എ ബി ഉണ്ടാവും, എ സി ഉണ്ടാവും, ബി സി ഉണ്ടാവും, പിന്നെ ഓരോന്നും സിംഗിൾ ആയിട്ടുള്ള സെറ്റ് എ സെറ്റ് ബി സെറ്റ് സിയും ഉണ്ടാവും, പിന്നെ 5 എന്ന് പറയുന്ന സെറ്റും. നെക്സ്റ്റ് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 5 ആണ്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എയിലും എ ഇൻ്റർസെക്ഷനിലും ഉള്ളത് എന്നാണ് അർത്ഥം. ഇപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു എലിമെൻറ്റ് പോലും ഉണ്ടാവില്ല. കാരണം എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് എടുത്താൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്തതിനെ പറയാം. എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്താൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്തതിനെയാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയാം. എയിൽ ഇല്ലാത്തതിനാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയാം. അപ്പോൾ പിന്നെ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ കോമൺ നമ്പേഴ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് എന്താ വരും? 5 എന്ന് വരിക. ഇഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 6. ഫാക്ടർ ഓഫ് 6 എന്ന് പറയുന്നത് നമ്മൾ 6 കിട്ടുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ 1ൻ്റെ ടേബിളിലുണ്ട്, 2ൻ്റെ ടേബിളിലുണ്ട്, 3ൻ്റെ ടേബിളിലുണ്ട്, 6ൻ്റെ ടേബിളിലും 6 ഉണ്ട്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൺ നമ്പർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 9 ആണ്. അപ്പോൾ 2 ഉണ്ടാവും, 2 എഴുതണം. 2 ഉണ്ട്. 4 അവിടെ ഓർമ്മിക്കേണ്ട കാര്യം, എക്സ് ഈസ് എൻ ഈവൺ ഇൻറ്റീജർ ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 9 ഉള്ളൂ. 9 എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പിലുള്ള 8ഉം കൂടെ വരും. അപ്പോൾ ഇവിടെ 8 2 4 6 8 ഈവൺ നമ്പേഴ്സ് ആണ്, ഓർമ്മിക്കണം. ഈവൺ ഇൻറ്റീജേഴ്സ് ആണ്. 2 ലെസ് ദാൻ എന്നുള്ളത് കൊണ്ടാണ് 2ഉം കൂടെ വന്നത്. ഇനിയിപ്പോൾ 2ൻ്റെ അടുക്ക ലെസ് ദാൻ മാത്രമേ ഉള്ളെങ്കിൽ 4 മുതലാണ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഇപ്പോൾ ലെസ് ദാൻ 9 ആണ്. ലെസ് ദാൻ 9 ആകുമ്പോൾ 8 വരെ, അല്ലെങ്കിൽ 9 ഓട് നമ്പറാണ്. നെക്സ്റ്റ് ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഫാക്ടർ ഓഫ് 6. ബി എന്ന് പറയുന്നത് ഈവൺ ഇൻറ്റീജർ ആണ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 2ഉം 6ഉം ആണ്. ഇഫ് എ ഈസ് എനി സെറ്റ് ദെൻ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു, നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 5. നേരത്തെ ഞാനൊരിക്കൽ റീഡ് ചെയ്തിട്ടുള്ളതാണ്, 2022 ക്വസ്റ്റ്യൻ ആണത്.
A equal to x such that x is a natural number less than 3. X is a natural number less than 3 എന്ന് പറയുമ്പോൾ 1ഉം 2ഉം വരും. ഹോൾ നമ്പർ ആണെങ്കിൽ 0 1 2 3 വരും. ഇനിയിപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ അത് പിന്നെ ഫുൾ നെഗറ്റീവ് നമ്പേഴ്സ് വരും. അതിനെന്തെങ്കിലും ബോർഡർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നോക്കുക. ബി ക്വസ്റ്റ്യൻ റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം 1 2. ഇനി ബി ക്വസ്റ്റ്യൻ റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് എ. അതിൻ്റെ സബ്സെറ്റ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് സെറ്റ് 1 2 തന്നെ വരും. പിന്നെ ഒന്ന് സെപ്പറേറ്റ് എഴുതുക. സെറ്റ് 1 സെറ്റ് 2 പിന്നെ 5ഉം. അപ്പോൾ 2 എലമെൻറ്റ്സിൽ തന്നെ 4 സബ്സെറ്റാണ് ഉണ്ടാവുക. ഇഫ് എ സെറ്റ് എ ഹാസ് 2 എലമെൻറ്റ്സ് ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ് ഈസ് 4. 2 എലമെൻറ്റ്സിൽ തന്നെ 4 ഉണ്ടാവും. അതായത് 2 സ്ക്വയർ. 3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 8 ആണ് ഉണ്ടാവുക. 2 ക്യൂബ്. 5 എലമെൻറ്റ് ഉണ്ടെങ്കിൽ 2⁵5 32 എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. റൈറ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് 1 2. 1 2ൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് 1ഉം 2 ഉണ്ടാവും. 1ഉം സെപ്പറേറ്റ് 2 സെപ്പറേറ്റ് 5. റൈറ്റ് ഓൾ ദ ഇൻ്റർവെൽസ്. റൈറ്റ് ദ ഇൻ്റർവെൽ 6 12 ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. 6 ഇല്ല 12 ഉണ്ട്. ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരില്ല. ലെസ് ദാൻ മാത്രമേ വരുള്ളൂ. 12ൻ്റെ എടുക്കുക ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാവും. നമ്മളത് എഴുതാം. എക്സ് സച്ച് ദാറ്റ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. എക്സ് ബിലോങ്സ് ടു ആർ. ഈ ഇൻ്റർവെലാണ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് കംപ്ലീറ്റ് വരും. അപ്പോൾ ഓർമ്മിക്കേണ്ടത് എക്സ് സച്ച് ദാറ്റ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. കാരണം ഇവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നത്. ഈ സൈഡ് ഓപ്പൺ ആയതുകൊണ്ടാണ് ലെസ് ദാൻ വന്നത്. ലെറ്റ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൺ ഇൻറ്റീജർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് ബി ഈക്വൽ ടു 2 3 4 5. എ റൈറ്റിന് സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതാൻ വേണ്ടി പറയുന്നതാണ്. ഇൻറ്റീജറാണ്. 0നും 3നും ഇടയ്ക്കുള്ള ഇൻറ്റീജറാണ് എഴുതാൻ പറയുന്നത്. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് 0 1 2 3യും കൂടെ വരും. കാരണം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാകും. ബി 2 3 4 5 ആണ്. ഇനി നമ്മുടെ എ റോസ്റ്റർ ഫോമിൽ എഴുതാമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് 0 1 2 3 ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് എ യൂണിയൻ ബി എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ യൂണിയൻ ബി എന്ന് പറയുമ്പം എയും ബിയിലുള്ളത് ചേർത്തങ്ങോട്ട് എഴുതി കൊടുക്കാം. 0 1 2 3 4 5 വരും. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പം എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ലെറ്റ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ആൻഡ് ബി ഈക്വൽ ടു 1 2. സെറ്റ് ബിൽഡർ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയുന്നുണ്ട്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ 1 2 3 4 5 വരെ വരും. എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 4 5 വരെ വരും. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ബി 1 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ എൻ്റെ അകത്ത് 1 2 3 4 5 ഉണ്ട്. ബി എന്ന് പറയുന്നത് 1 2 ആണ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 1 2 ആണ്. എ മൈനസ് ബി എന്ന് പറയുമ്പം എയിലുള്ളതും ബിയിലില്ലാത്തതും. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 2 3 4 5. ബി എന്ന് പറയുന്നതിൽ 1 2 ഉണ്ട്. അപ്പോൾ രണ്ടിലും എന്തുണ്ട് 1 2 ഉണ്ട്. 1 2 അതായത് എയിൽ ഉള്ളതും ബിയിലില്ലാത്തതും. അപ്പോൾ ബിയിൽ 1 2 ഉണ്ട്. ഇല്ലാത്തത് ഏത് മാത്രമാണ് 3 4 5 ആണ്. അപ്പോൾ അതാണ് ആൻസർ വരിക. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്തതും. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതും. ലെറ്റ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. റൈറ്റ് എ ഇൻ ദ റോസ്റ്റർ ഫോം. എ സച്ച് ദ എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10 ആണ്. പ്രൈം നമ്പർ എന്ന് 2 3 5 7 പിന്നെ 11 അങ്ങനെയാണ് വരിക. പക്ഷേ ഇവിടെ ഇപ്പം ലെസ് ദാൻ 10 ആയതുകൊണ്ട് 7 വരെ മതി. 2 3 5 7 റൈറ്റ് ഇൻ ദ റോസ്റ്റർ ഫോം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 3 5 7 ആണ്. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ. ഇവിടെ ഇപ്പം 4 നമ്പർ ഉണ്ട്. 4 നമ്പർ 2⁴ വരും. 2⁴ എന്ന് പറയുമ്പോൾ 16 ആണ് ആൻസർ വരിക. ഇഫ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്പർ ഉണ്ടാവില്ല. എക്സ് എന്ന് പറയുന്നത് 5-നേക്കാളും ചെറുതും 7-നേക്കാളും വലുതും. അപ്പോൾ 5-നേക്കാളും ചെറുതെന്ന് പറയുമ്പോൾ അത് 1 2 3 4 വരെയേ വരുള്ളൂ. 7-നേക്കാളും വലുതെന്ന് പറയുമ്പോൾ 8 9 അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു നമ്പർ ഇല്ല. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പർ ഇല്ല. നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് എന്തെടുക്കാം നമുക്ക് 0 എന്ന് പറയാം. ദി സെറ്റ് ബിൽഡർ ഫോം ഓഫ് 6 12. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്താണെന്ന് പറയണം. രണ്ടും ഓപ്പൺ ഇൻ്റർവെൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെസ് ദാൻ എന്ന് മാത്രമേ സിമ്പിൾ ഉണ്ടാവുള്ളൂ. രണ്ട് സൈഡും ലെസ് ദാൻ ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻ വരുന്നത് ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക.
നെക്സ്റ്റ്, if A and B are two sets such that A subset of B, then A union B. A union B എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് ചോദിക്കുന്നത്. A union B എന്താണ്? ഫസ്റ്റ് A ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. If A and B are two sets such that A subset of B. ഈ ക്വസ്റ്റ്യൻ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. A subset of B, then A union B. A union B എന്ന് പറയുന്നത് B തന്നെയായിരിക്കും. എ സബ്സെറ്റ് ഓഫ് ബി ഏത് എ എന്ന് പറയുന്നത് ബീൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ ബി ആണ് വലുത്. അപ്പോൾ ബി ആണ് യൂണിയൻ കാണുമ്പോൾ ആൻസർ ആയിട്ടുണ്ടാവുക. എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഇൻറ്റീജർ -3 (x <7). ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ നാച്ചുറൽ നമ്പർ <6. എക്സ്പ്രസ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. ഫൈൻഡ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. പ്രൂവ് ദാറ്റ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു എ മൈനസ് ബി. ഇത് മോഡൽ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഈസ് എൻ ഇൻറ്റീജർ -3 (x <7) എന്ന് പറയുമ്പോൾ -2, -1, 0, 1, 2, 3, 4, 5, 6 വരെ വരും. ബി എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ <6 ആയതുകൊണ്ട് 1, 2, 3, 4, 5 വരും. എ മൈനസ് ബി എന്ന് പറയുമ്പം എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതും. അപ്പോൾ ബിയിൽ ഇല്ലാത്തതെന്ന് പറയുന്നത് എയിൽ ഉണ്ടാവണം. അപ്പോൾ 1, 2, 3, 4, 5 ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള -2, -1, 0 വരും. പിന്നെ ഇവിടെ ലാസ്റ്റ് 6ഉം കൂടി ഉണ്ട്. ഇവിടെ 6 ഇവിടെ 1, 2, 3, 4, 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ 6ഉം കൂടെ വരും. ബി മൈനസ് എന്ന് പറയുമ്പോൾ ബിയിലുള്ളതും എയിലില്ലാത്തതും. ബിയിൽ 1, 2, 3, 4, 5 ഉണ്ട്. ഇവിടെ 1, 2, 3, 4, 5 ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു നമ്പറും ഉണ്ടാവില്ല, 5. ഓർമ്മിക്കേണ്ടത് എ മൈനസ് ബി എന്ന് പറയുമ്പം എയിലുള്ളതും ബിയിലില്ലാത്തതും. ബി മൈനസ് എ എന്ന് പറയുമ്പം ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതും. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ കാണുക. അത് എ മൈനസ് ബി എന്ന് പറയുന്നത് -2, 1, 0, 6 ഉണ്ട്. പിന്നെ അതിൻ്റെ യൂണിയൻ 5 ഇത് വരുമ്പോൾ ബി മൈനസ് എന്ന് പറയുന്നത് 5 ആണ്. നമ്മുടെ ആൻസർ എന്താ വരിക? എ മൈനസ് ബി തന്നെ വരിക. പിന്നെ 5 ജോയിൻ ചെയ്താൽ പിന്നെ അവിടെ ഒന്നുമില്ലല്ലോ, കാലി സെറ്റാണല്ലോ. അപ്പോൾ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 11th വരെയുള്ള ക്വസ്റ്റ്യൻ വരേക്കും അടുത്ത വീഡിയോക്ക് വരാം. ഓക്കെ, ബൈ.